വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ നടത്തിവന്ന സമരം ഒത്തുതീർപ്പായി. മന്ത്രിമാരായ AC മൊയ്തീനും VS സുനിൽകുമാറുമായുള്ള ചർച്ചയെ തുടർന്നാണ് സമരം ഒത്തുതീർപ്പായത്. ശമ്പള വർധനവ്, മിനിമം വേജുമായി ബന്ധപ്പെട്ട ശമ്പള വർധനയെക്കുറിച്ചുള്ള ഡിമാൻഡുകൾ എല്ലാ യൂണിയനുകളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നിയമപരമായ നടപടി എന്നുള്ളത് IRCയിൽ അതിൻ്റെ ചർച്ചയ്ക്ക് വേണ്ടി 27-ാം തീയതിയാണ്, ഈ മാസം 27-ാം തീയതി ആണ് അത് ചേരുന്നത്. അപ്പോൾ ശമ്പള വർധനവിനെക്കുറിച്ചുള്ള കാര്യം ആ കമ്മിറ്റിയാണ് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുക. അതുവരേക്ക് ഇപ്പോൾ ഈ സമരം നടക്കുന്ന 8 ആശുപത്രികളിൽ സമരം പിൻവലിക്കുന്നതിന് വേണ്ടി ഒരിടക്കാല ആശ്വാസം നഴ്സുമാരുൾപ്പെടുന്ന എല്ലാ തൊഴിലാളികൾക്കും അവരുടെ ബേസിക് പേയുടെ 50% ഇടക്കാല ആശ്വാസം നൽകുന്നതിന് വേണ്ടിയാണ് ഈ ചർച്ചയിൽ ധാരണയായിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി റിനു ശ്രീധർ ടെലിഫോണിൽ ചേരുന്നു. റിനു, എങ്ങനെയാണ് സമരം ഒത്തുതീർപ്പായത്? എന്തൊക്കെയാണ് യോഗ തീരുമാനങ്ങൾ? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മന്ത്രി AC മൊയ്തീന്റെ ചേംബറിൽ ചേർന്ന കമ്മിറ്റിയിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. സുനിൽകുമാർ ഉൾപ്പെടെയുള്ള മന്ത്രി VS സുനിൽകുമാറും ലേബർ കമ്മീഷണറും CITU, INTCU, AITCU അതുപോലെ BMS എന്നീ സംഘടനയിലെ പ്രതിനിധികളും നേഴ്സസ് അസോസിയേഷന്റെ സംഘടനയിലെ പ്രതിനിധികളും ഒപ്പം പ്രൈവറ്റ് അസോസിയേഷൻ മാനേജ്മെന്റിന്റെ പ്രതിനിധികളും പങ്കെടുത്ത മീറ്റിംഗിലാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. തീരുമാനപ്രകാരം ഇങ്ങനെയാണ് പറയുന്നത്: ഇടക്കാല ആശ്വാസമായി മിനിമം ശമ്പളത്തിന്റെ 50% നൽകും. അതുപോലെ എന്നാൽ മിനിമം ശമ്പള വർധനവിനെ കുറിച്ച് 27-ാം തീയതി ചേരുന്ന IRC കമ്മിറ്റിയിലാണ് തീരുമാനമുണ്ടാകുക. ഈ തീരുമാനം പ്രകാരമായിരിക്കും ആശുപത്രിയിലെ നഴ്സുമാരുടെ ശമ്പളത്തെക്കുറിച്ചുള്ള തീരുമാനം ഉറപ്പുവരുത്തുക. ഈ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തൃശൂർ ജില്ലയിൽ നടത്തിവന്ന 8ഓളം പ്രൈവറ്റ് ആശുപത്രികളിലെ സമരമാണ് പിൻവലിച്ചിരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ മൊത്തത്തിലുള്ള ആശുപത്രികളുടെ വേതനത്തെക്കുറിച്ചും നഴ്സുമാരുടെ വേതനത്തെക്കുറിച്ചും ശമ്പള പരിഷ്കാരത്തെക്കുറിച്ചും 27-ാം തീയതി ചേരുന്ന IRC കമ്മിറ്റിയിൽ തീരുമാനമെടുക്കും. ഈ ചേരുന്ന IRC കമ്മിറ്റിയിൽ തീരുമാനം ആയില്ല എങ്കിൽ കുറച്ച് സമയം കൂടി സർക്കാർ ചോദിച്ചിട്ടുണ്ട്. ഏകദേശം 1 മാസത്തോളം സമയം ചോദിച്ചിട്ടുണ്ട്. ഈ സമയത്തിനുള്ളിലും തീരുമാനം ആയില്ല എങ്കിൽ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി നേഴ്സസ് അസോസിയേഷൻ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. ധന്യ. വിശദാംശങ്ങളാണ് റിനു ശ്രീധർ നൽകിയത്. പുതുവായ്പയിലെ LPG ടെർമിനൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെങ്കിലും ജനങ്ങളുടെ പരാതി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസന പദ്ധതികൾ തകർക്കാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയല്ല, പക്ഷേ ദേശീയ തലത്തിൽ പ്രാധാന്യമുള്ളൊരു പദ്ധതിയാണിത്. അപ്പോൾ ദേശീയ തലത്തിൽ പ്രാധാന്യമുള്ളൊരു പദ്ധതി എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഇവിടെ നടപ്പാക്കുകയാണ്. അക്കാര്യത്തിൽ ജനങ്ങളിൽ ആശങ്ക ഉയർന്നു വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. ആ ആശങ്ക ഗൗരവമായി തന്നെ സർക്കാർ കാണുന്നുണ്ട്. എന്നുവെച്ച് പദ്ധതി സാധാരണ നിലയിൽ ഉപേക്ഷിക്കാൻ കഴിയുന്നതല്ല. പദ്ധതി വേണ്ടെന്ന് വെച്ചാൽ അത് നൽകുന്ന സന്ദേശം അങ്ങേയറ്റം നെഗറ്റീവായതായിരിക്കും. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന പദ്ധതികൾക്ക് തുരങ്കം വെക്കാൻ പ്രവർത്തിക്കുന്ന ശക്തികൾക്ക് ഉത്തേജകമായിട്ടാണത് മാറുക. വികസന പദ്ധതികളുടെ കാര്യത്തിൽ സർക്കാരിന് വ്യക്തമായ നിലപാടുണ്ട്. അത് വികസന പദ്ധതികൾ നാടിൻ്റെ ആവശ്യത്തിന്, നാടിൻ്റെ വികസനത്തിന് ഒഴിച്ചുകൂടാത്തതാണ്. പുതുവായ്പനിൽ LNG ടെർമിനൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ IOCയോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രി സമരസമിതി നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. IOC പാരിസ്ഥിതിക നിയമങ്ങൾ ലംഘിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കാനും സർക്കാർ തീരുമാനിച്ചു. 2.5 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് IOC പ്ലാന്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള യോഗം അവസാനിച്ചത്. ആമുഖമായി മുഖ്യമന്ത്രി സർക്കാർ നിലപാടുകൾ വിശദീകരിച്ചു. പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെതല്ല, കേന്ദ്ര സർക്കാരിൻ്റെതാണെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു.
പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കണമെന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാരിസ്ഥിതിക നിയമലംഘന നിർമ്മാണമാണ് പുതുവൈപ്പിലിൽ നടക്കുന്നതെന്ന പൊതുവികാരമാണ് സമരസമിതി പ്രവർത്തകർ യോഗത്തിൽ ഉയർത്തിയത്. ഈ ആശങ്കകൾ പരിഹരിക്കാൻ ശാസ്ത്രജ്ഞന്മാർ അടങ്ങിയ ഉന്നതതല സമിതിയെ വിഷയം പഠിക്കാൻ നിയോഗിക്കാൻ തീരുമാനിച്ചു. അതുവരെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാൻ സർക്കാർ IOCയോട് അഭ്യർത്ഥിക്കാനും തീരുമാനിച്ചു. ലംഘിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യം പരിശോധിക്കുന്നതിന് ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാരെല്ലാം അടങ്ങുന്നൊരു സമിതി ഇക്കാര്യം പരിശോധിക്കും. ആ പരിശോധനയുടെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ പൊതുവെ അംഗീകരിക്കും. റിപ്പോർട്ട് വരുന്നത് വരെ വർക്ക് നിർത്തിവെക്കും. റിപ്പോർട്ട് എല്ലാവരും അംഗീകരിക്കണം. അപ്പോൾ പൊതുവെ സ്വീകാര്യതയുള്ള വ്യക്തിത്വങ്ങളായിരിക്കും ആ പരിശോധനയ്ക്കകത്തുണ്ടാവുക. ഇതാണ് ഗവൺമെന്റ് എടുത്ത നിലപാട്. സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത സമരസമിതി ഭാരവാഹികൾ ഭാവി പരിപാടികൾ കൂട്ടായി തീരുമാനിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയി സമിതിയുമായിട്ട് ഒരു ആലോചന നടത്തിയതിനു ശേഷം മാത്രമേ ഭാവി പരിപാടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. സമരക്കാർക്കെതിരെ ഉണ്ടായ പോലീസ് നടപടി സംബന്ധിച്ച് നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ നടപടി സ്വീകരിക്കാനാവൂ എന്ന കാര്യവും സർക്കാർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി സംസ്ഥാന സർക്കാർ. പനിയുടെ തോത് കണക്കിലെടുത്ത് 3 മേഖലകളായി തരംതിരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കും. മറ്റന്നാൾ സർവകക്ഷി യോഗം ചേരും. പനി ചികിത്സയ്ക്കായി ആവശ്യമായ ഡോക്ടർമാരെയും നഴ്സുമാരെയും നിയമിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സാമൂഹ്യ പ്രവർത്തകർ, ജനങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ ഈ മാസം 27, 28, 29 തീയതികളിൽ എല്ലാ പ്രദേശങ്ങളിലും ശുചീകരണ പ്രവർത്തനം നടത്തും. പനിയുടെ തോത് കണക്കിലെടുത്ത് ഹൈ റിസ്ക്, മോഡറേറ്റ് റിസ്ക്, ലോ റിസ്ക് എന്നീ 3 മേഖലകളായി തരംതിരിച്ചാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഈ മാസം 23-ന് സർവകക്ഷി യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 23-ന് 3 മണിക്ക് ഇവിടെ തിരുവനന്തപുരത്ത് സർവകക്ഷി യോഗം വിളിക്കുന്നുണ്ട്. അപ്പോൾ പനിബാധിത പ്രദേശങ്ങളെ 2-3 മേഖലകളായി തരംതിരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ പനി ബാധിച്ച ചില പ്രദേശങ്ങളുണ്ട്, അത് ഒരു ഹൈ റിസ്ക് മേഖലകളാക്കി എടുക്കാം. പിന്നെ മോഡറേറ്റ് റിസ്ക്, ലോ റിസ്ക്. ജനങ്ങൾ തിങ്ങിക്കൂടുന്ന എല്ലാ സ്ഥലത്തും കൃത്യമായി ശുചീകരണം നടന്നുവെന്ന് ഉറപ്പുവരുത്തണം. ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ ചികിത്സയ്ക്കായി ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കും. ഹൌസ് സർജന്മാർ, PG വിദ്യാർത്ഥികൾ എന്നിവരെയും ഉപയോഗപ്പെടുത്തും. ആവശ്യമായ ഡോക്ടർമാരെയും നഴ്സുമാരെയും താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സേവനം ലഭ്യമാകുന്ന എല്ലാ സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാരെയും ഇതിനോട് അനുബന്ധമായി ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആവശ്യമായ ഡോക്ടർമാർ, നഴ്സുമാർ ഇതിനൊക്കെ എത്രയാണോ വേണ്ടത് അവരെ നിയമിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും. ഒന്ന് സ്വകാര്യ മേഖലയിൽ നിന്ന് കണ്ടെത്താൻ നോക്കും, മറ്റൊന്ന് പുതുതായി നിയമിക്കേണ്ടതുണ്ടെങ്കിൽ പുതുതായി നിയമിക്കുകയും ചെയ്യും താൽക്കാലികമായിട്ട്. രോഗികളുടെ ബാഹുല്യം കൂടുതലുള്ള സ്ഥലങ്ങളിൽ കിടത്തി ചികിത്സയ്ക്ക് സംവിധാനം ഏർപ്പെടുത്തും. പുതിയ ചികിത്സാ കേന്ദ്രങ്ങൾ ആവശ്യമെങ്കിൽ ആരംഭിക്കും. പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതലുള്ള ചികിത്സയ്ക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തുക അനുവദിക്കും. മാലിന്യം ഇല്ലാതാക്കുന്നതിന് പ്രത്യേക സംവിധാനമൊരുക്കുന്ന കാര്യം പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ നടപടികളിലൂടെ പകർച്ചപ്പനി നിയന്ത്രണ വിധേയമാകുമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രിസഭാ യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് പനിമരണം ഭയാനകമാകും വിധം കൂടിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. പകർച്ചപ്പനി നിയന്ത്രണ വിധേയമാണെന്നും മറിച്ചുള്ള പ്രചാരണങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്നും മന്ത്രി കെ ശൈലജ വ്യക്തമാക്കി. പനി ചികിത്സയ്ക്കായി സർക്കാർ ആശുപത്രികളിൽ കൂടുതൽ ഡോക്ടർമാരെയും നഴ്സിംഗ് സ്റ്റാഫുകളെയും നിയമിച്ചതായും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിയ ആരോഗ്യമന്ത്രി കെ ശൈലജ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഡോക്ടർമാരും മറ്റു ജീവനക്കാരുമായി പകർച്ചപ്പനി വിഷയം ചർച്ച ചെയ്തു. തുടർന്ന് ആശുപത്രിയിലെ ചികിത്സാ സംവിധാനങ്ങൾ വിലയിരുത്തിയ മന്ത്രി മെഡിക്കൽ കോളേജിൽ പുതുതായി ആരംഭിച്ച പനി വാർഡിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഇത് 2ാമത്തെ വാർഡാണ് പനി ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിൽ തുറന്നിരിക്കുന്നത്. അതേസമയം സംസ്ഥാനത്ത് പകർച്ചപ്പനി നിയന്ത്രണ വിധേയമാണ്. ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് ബഹുജന പങ്കാളിത്തം ഉണ്ടാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. താൽക്കാലികമായ ആളുകളെ എടുത്തുകൊണ്ടും അതുപോലെ ക്രമീകരിച്ചുകൊണ്ടും പരസ്പരം അങ്ങോട്ട് കൂടുതൽ ആളുകളെടുത്ത് രോഗം വരുന്നിടത്തേക്ക് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് ഒരു വലിയ പ്രവർത്തനം, കണ്ണുവച്ച പ്രവർത്തനം ആ രീതിയിൽ ഞങ്ങൾ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് പനിമരണങ്ങൾ ഭയാനകമായിട്ട് കൂടാതിരുന്നത്. ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. അനിയന്ത്രിതമാണ്, നിയന്ത്രണ വിധേയമല്ല എന്ന് ഭീതി ഉണ്ടാക്കുന്നത് ഒട്ടും ശരിയല്ല. അത്യാഹിത വിഭാഗത്തിൽ പുതിയ ലാബും രോഗികൾക്കായി തുറന്നുകൊടുത്തു.
മെഡിക്കൽ കോളേജിലെ പനി ചികിത്സാ പ്രവർത്തനങ്ങൾക്ക് സൂപ്രണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ടുമാർ, RMO എന്നിവർ നേതൃത്വം നൽകുന്നുണ്ട്. കൂടാതെ പനി ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾ, ബ്ലഡ് എന്നിവയും ആശുപത്രിയിൽ സജ്ജമാക്കിയിരിക്കുകയാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. NDAയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദിന് JDU പിന്തുണ പ്രഖ്യാപിച്ചു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പാർട്ടി ഉന്നതതല യോഗത്തിന്റേതാണ് തീരുമാനം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി നാളെ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ചേരാനിരിക്കെയാണ് JDUവിന്റെ നിലപാട് മാറ്റം. സന്തോഷ് ചേരുന്നു. സന്തോഷ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ ഐക്യം രൂപീകരിക്കാൻ മുൻകൈയെടുത്ത നേതാവാണ് JDUവിന്റെ നിതീഷ് കുമാർ. ഇതുവരെയും കഴിഞ്ഞ യോഗങ്ങളിലെല്ലാം തന്നെയും പ്രതിപക്ഷ നിരയിൽ ഉറച്ചുനിന്ന നേതാവ് കൂടിയായിരുന്നു. എന്നാൽ ഈ ദളിത് നേതാവും അതോടൊപ്പം തന്നെ ബീഹാർ മുഖ്യമന്ത്രിയുമായ രാംനാഥ് കോവിന്ദിനെ രംഗത്തിറക്കി പ്രതിപക്ഷ നിരയിൽ വിള്ളൽ വീഴ്ത്താം, പ്രതിപക്ഷ ഐക്യത്തിന് വിള്ളൽ വീഴ്ത്താം എന്നുള്ള BJP തന്ത്രം ഫലം കണ്ടിരിക്കുകയാണ്. NDAയുടെ സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദിന് പിന്തുണ നൽകുമെന്ന് JDU ഇന്നത്തെ യോഗത്തിൽ വെച്ച് തീരുമാനമെടുത്തു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ നിതീഷ് കുമാർ തന്നെ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നാളെ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ചേരാനിരിക്കെയാണ് ഈ നിതീഷ് കുമാറിന്റെ പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഈ നിതീഷ് കുമാറിനെ പ്രതിപക്ഷത്തിനൊപ്പം തന്നെ പിടിച്ചു നിർത്താനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങളും വിജയം കണ്ടില്ല. നാളെ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ചേരുമ്പോൾ ഏതൊക്കെ പാർട്ടികൾ എത്തും എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ വ്യക്തതയില്ല. M. സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്. NDAയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദിനെ പിന്തുണയ്ക്കില്ലെന്ന് വീരേന്ദ്രകുമാർ. തീരുമാനം JDU അധ്യക്ഷൻ നിതീഷ് കുമാറിനെ അറിയിച്ചു. പ്രതിപക്ഷ സ്ഥാനാർത്ഥി ആരെന്നറിഞ്ഞ ശേഷം വോട്ട് ചെയ്തതിൽ തീരുമാനം അറിയിക്കുമെന്നും വീരേന്ദ്രകുമാർ. BJP പ്രഖ്യാപിച്ച രാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് രാജ്യസഭാ അംഗം എന്നുള്ള നിലയിൽ ഞാൻ വോട്ട് ചെയ്തു. ഞാൻ കേന്ദ്ര നേതൃത്വത്തോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പ്രയാസമുണ്ട്. നിതീഷ് കുമാറുമായിട്ട് സംസാരിച്ചിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് പിടികൂടിയ മുൻ കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കർണനെ ഉടൻ പ്രസിഡൻസി ജയിലിലേക്ക് മാറ്റും. ജസ്റ്റിസ് കർണന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ മടിച്ച സുപ്രീം കോടതി വിപുലമായ ബെഞ്ചിനെ സമീപിക്കാനും നിർദ്ദേശിച്ചു. കോടതി അലക്ഷ്യത്തിന് 6 മാസത്തെ തടവ് ശിക്ഷയാണ് ജസ്റ്റിസ് കർണനെതിരെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വിധിച്ചത്. കോടതിയലക്ഷ്യ കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് 1.5 മാസക്കാലം ഒളിവിലായിരുന്ന കൊൽക്കത്ത ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് CS കർണൻ കോയമ്പത്തൂരിൽ നിന്ന് കസ്റ്റഡിയിലായതിന് പിന്നാലെയാണ് ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ മുൻ ജസ്റ്റിസിന്റെ ജാമ്യാപേക്ഷ സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്ന സുപ്രീം കോടതി 6 മാസത്തെ തടവ് ശിക്ഷ ജസ്റ്റിസ് കർണൻ അനുഭവിച്ചേ തീരുവെന്നും ചൂണ്ടിക്കാട്ടി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 7-അംഗ ബെഞ്ചാണ് കോടതിയലക്ഷ്യത്തിന് ജസ്റ്റിസ് കർണനെതിരെ 6 മാസത്തെ തടവ് ശിക്ഷ വിധിച്ചത്. ഈ സാഹചര്യത്തിൽ DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 2-അംഗ അവധിക്കാല ബെഞ്ച് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നില്ലെന്നും 2 ആഴ്ചയ്ക്ക് ശേഷം മുതിർന്ന ബെഞ്ചിനെ ജസ്റ്റിസ് കർണന് സമീപിക്കാമെന്നും കോടതി അറിയിച്ചു. അതിനാൽ കോയമ്പത്തൂരിൽ നിന്ന് ചെന്നൈ വഴി കൊൽക്കത്തയിൽ എത്തിച്ച ജസ്റ്റിസ് കർണനെ ഉടൻ കൊൽക്കത്ത പ്രസിഡൻസി സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. സർവീസിൽ നിന്ന് വിരമിച്ച 8 ദിവസത്തിന് പിന്നാലെയാണ് ജസ്റ്റിസ് കർണൻ ജയിലിലേക്ക് പോകുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സുപ്രീം കോടതി വിധി പ്രകാരം ഹൈക്കോടതി ജസ്റ്റിസ് ജയിൽവാസം അനുഭവിക്കുന്നത്. നേരത്തെ തന്റെ ശിക്ഷ തടയണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ നൽകിയ അപേക്ഷ കോടതി തള്ളിയിരുന്നു. രാഷ്ട്രപതിക്ക് നൽകിയ അപേക്ഷയിലും ബലമുണ്ടായിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. നടിയെ ആക്രമിച്ച കേസ് വഴിത്തിരിവിലേക്ക്. പൾസർ സുനിയുടെ സഹതടവുകാരൻ ജിൻസന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചു. മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരമാണ് കൃത്യം നടത്തിയതെന്ന് സുനി പറഞ്ഞുവെന്ന് ജിൻസ് മൊഴി നൽകിയിരുന്നു. ഒരു പ്രമുഖ മിമിക്രി താരത്തിന്റെ പേരാണ് പൾസർ പറഞ്ഞതെന്നാണ് സൂചന. എന്നാൽ പുതിയ നീക്കത്തിന് പിന്നിൽ ബ്ലാക്ക്മെയിലിംഗ് ആണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. പൾസർ സുനിക്കൊപ്പം കാക്കനാട് സബ് ജയിലിൽ തടവിൽ കഴിഞ്ഞിരുന്ന ചാലക്കുടി സ്വദേശി ജിൻസന്റെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് മുമ്പാകെ രേഖപ്പെടുത്താനാണ് തീരുമാനം. ജയിലിൽ കഴിയവേ ചില നിർണായക വിവരങ്ങൾ സുനി തന്നോട് പറഞ്ഞതായി ജിൻസ് പോലീസിന് മൊഴി നൽകിയിരുന്നു. നടിയെ ആക്രമിച്ചതിന് പിന്നിൽ കൊട്ടേഷൻ ഉണ്ടെന്നും മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരമാണ് കൃത്യം ചെയ്തതെന്നുമായിരുന്നു സുനിയുടെ വെളിപ്പെടുത്തൽ. സംഭവത്തിൽ ഇതിനകം കുറ്റപത്രം നൽകിയെങ്കിലും നിർണായക വിവരമെന്ന നിലയിലാണ് പുതിയ വെളിപ്പെടുത്തൽ കൂടി പരിശോധിക്കുന്നത്. ഒരു പ്രമുഖ മിമിക്രി താരത്തിന്റെ പേരാണ് സുനി സുഹൃത്തിനോട് പറഞ്ഞത്. എന്നാൽ പുതിയ വെളിപ്പെടുത്തലിന് പിന്നിൽ ബ്ലാക്ക്മെയിലിംഗ് തന്ത്രമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രമുഖരുടെ പേര് പറഞ്ഞ് പണം തട്ടുകയാവാം ശ്രമമെന്നും പോലീസ് കരുതുന്നു. ഇതിനായി പൾസർ സുനി സഹതടവുകാരനുമായി ഗൂഢാലോചന നടത്തിയോ എന്നും പരിശോധിക്കും. ഇതിന്റെ ഭാഗമായി ജിൻസനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും.
ചാലക്കുടി സ്വദേശിയായ ജിൻസ് നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ജയിലിലായത്. പൾസർ സുനിയും ജിൻസും ഒരേ സെല്ലിലായിരുന്നു കഴിഞ്ഞിരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 17 രാത്രിയാണ് നടിയെ ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോയി അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയത്. 7 പ്രതികളുള്ള കേസിൽ ഇതിനകം കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. എന്നാൽ തെളിവ് നിയമപ്രകാരം കുറ്റപത്രം സമർപ്പിച്ച ശേഷം കൂടുതൽ തെളിവുകളോ വിവരങ്ങളോ ലഭിച്ചാൽ തുടരന്വേഷണം നടത്തി അനുബന്ധ കുറ്റപത്രം നൽകാം. ചൈനീസ് വിപ്ലവ വഴിത്താര അത്ഭുതകരവും കൗതുകകരവുമാണ്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും വിപ്ലവത്തിന്റെ അടയാളങ്ങൾ അതുപോലെ ചൈനയിൽ പരിപാലിക്കപ്പെടുന്നു. ചീഫ് എഡിറ്റർ ജോൺ ബ്രിട്ടാസിന്റെ ചൈനീസ് ഡയറിയിലേക്ക്. ജിങ്ഗാങ്ഷ മലനിരകളിലാണ് യഥാർത്ഥത്തിൽ മാവോയുടെ നേതൃത്വത്തിൽ വിപ്ലവം പൂത്തുലഞ്ഞത്. ചൈനീസ് വിപ്ലവത്തിന്റെ വഴിത്താരകൾ ആരെയും ത്രസിപ്പിക്കുന്നതാണ്. അധ്യാപകനാകാൻ ആഗ്രഹിച്ച് പിന്നീട് വിപ്ലവകാരിയായി മാറിയ മാവോ സേതുങ് നയിച്ച വിപ്ലവ വഴിത്താര ചൈന ഇന്നും അതുപോലെ പരിപാലിക്കുന്നു. കുമിന്തോങ് സേനയോട് ഏറ്റുമുട്ടി ശിഥിലമായ തന്റെ പോരാളികളെ കൂട്ടി മാവോ താവളമൊരുക്കിയത് ജിയാങ്ഷി പ്രവിശ്യയിലെ ജിങ്ഗാങ്ഷ മലനിരകളിലാണ്. അവശേഷിച്ച പോരാളികളെ മലവടക്കുകളിൽ സംരക്ഷിച്ച് പുതിയൊരു പോരാട്ടത്തിന് അദ്ദേഹം തയ്യാറെടുത്തു. ജിയാങ്ഷി പ്രവിശ്യയിലെ ജിങ്ഗാങ്ഷ മലനിരകളിൽ മാവോയും കൂട്ടരും താവളമടിച്ച ഓരോ സ്ഥലങ്ങളും ഇന്ന് സന്ദർശകരുടെ ഇഷ്ടസ്ഥലങ്ങളാണ്. ഈ മലവടക്കിൽ വെച്ചാണ് മാവോ പുതിയൊരു പോരാട്ടതന്ത്രം രൂപപ്പെടുത്തുന്നത്. ഗ്രാമങ്ങൾ നഗരങ്ങളെ വളഞ്ഞു പിടിക്കുക. ആദ്യമൊക്കെ സഹപ്രവർത്തകർക്ക് തന്നെ ബോധ്യമാകാൻ കഴിയാതിരുന്ന തന്ത്രം. എന്നാൽ സഹപോരാളികളായ ചൂഡേയും ചവുല്ലായുമൊക്കെ മാവോയ്ക്ക് വീര്യം പകർന്നു. ഇന്ന് മലമടക്കുകളിലേക്ക് തെളിഞ്ഞ സുന്ദരമായ വഴിത്താരകളുണ്ട്. എന്നാൽ ഈ ഭൂപ്രകൃതിയുടെ ദുർഘടാവസ്ഥ എങ്ങനെയായിരിക്കണം മാവോയും സഹപോരാളികളും തരണം ചെയ്തതെന്ന് പലരെയും അത്ഭുതപ്പെടുത്തുന്നു. വിപ്ലവം വിജയിച്ച ശേഷം ചൈനയുടെ ഭരണാധികാരിയായ മാവോ 1965 ഇവിടെ വരികയും പഴയ മാളങ്ങളിലും മടക്കുകളിലും ഒരിക്കൽ കൂടി സന്ദർശനം നടത്തുകയും ചെയ്തു. സ്മരണകൾ അയവിറക്കിക്കൊണ്ട് വിമോചന സേനയുടെ യൂണിഫോം അണിഞ്ഞാണ് പലരും വിപ്ലവ തീർത്ഥാടനത്തിന് വരുന്നത്. പോരാട്ടത്തിന്റെ നാനാവശങ്ങൾ ചിത്രീകരിക്കുന്ന വിപ്ലവ മ്യൂസിയവും ആയിരക്കണക്കിന് ആൾക്കാരെ ആകർഷിക്കുന്നു. ഈ മലമുകളിലാണ് യഥാർത്ഥത്തിൽ വിപ്ലവത്തിന്റെ വസന്തകാലം പതഞ്ഞു പൊങ്ങിയത്. ഇപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന കോടമഞ്ഞ് പോലെ തന്നെയായിരുന്നു അന്ന് വിപ്ലവത്തിന്റെ വസന്തം അദ്ദേഹം സൃഷ്ടിച്ചത്. കൈരളിക്ക് വേണ്ടി ജിങ്ഗാങ്ഷ മലമടക്കിൽ നിന്ന് ജോൺ ബ്രിട്ടാസ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കിന്ന് ചെറിയൊരു പ്രവാചക വചനം കേൾക്കാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹസദു യഅകുലുൽ ഹസനാതി കമാ യഅകുലുൻ നാറുൽ ഹതബ. അസൂയ മനുഷ്യൻ്റെ എല്ലാ നന്മകളും തിന്നു തീർക്കും. എപ്രകാരമാണോ വിറക് അഗ്നി വിറകിനെ തിന്നുന്നത്, അപ്രകാരം അസൂയ മനുഷ്യൻ്റെ എല്ലാ നന്മകളും തിന്നു തീർക്കുമെന്നാണ് പറയുന്നത്. അഗ്നി വിറകിനെ ഇല്ലാതാക്കുന്നത് പോലെ അസൂയ മനുഷ്യൻ്റെ നന്മകളെ ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത്. ലോക ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മനുഷ്യ സമൂഹത്തിൽ ആദ്യമായിട്ട് രക്തച്ചൊരിച്ചിലുണ്ടാകുന്നത് അസൂയ കൊണ്ടാണ്. ആദിമ മനുഷ്യൻ ആദാമിൻ്റെ 2 സന്തതികൾ നേർച്ച നേർന്നത്രേ. അവരിൽ ഒരാളുടെ നേർച്ച ദൈവം സ്വീകരിക്കുകയും
മറ്റേയാളുടെ നേർച്ച തിരസ്കരിക്കുകയും ചെയ്തു. നേർച്ച സ്വീകരിക്കാത്തയാൾ നേർച്ച സ്വീകരിച്ച ആളോട് അസൂയ പൂണ്ടു, അയാളെ വധിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, അയാളെ വധിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. ശുദ്ധ ഖുർആനും അങ്ങനെ തന്നെയാണ് പറയുന്നത്.